കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളാണിത്. നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് പുൽക്കൂടിന് മുമ്പിൽ വന്ന് നിന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ആഘോഷങ്ങൾ ക്രിസ്മസ് ദിനത്തിൽ പുൽക്കൂട്ടിൽ കൊണ്ടെത്തിക്കുന്നതായി മാറട്ടെ. അച്ഛൻ നൽകാനുള്ള സന്ദേശം ഇതാണ്: പുൽക്കൂട്ടിലേക്ക് എത്തിക്കാത്തതൊന്നും, പുൽക്കൂട്ടിൽ ആരാ ഉള്ളേ? ഈശോയാണുള്ളത്. ഈശോയിലേക്ക് എത്തിക്കാത്തതൊന്നും ഒരു ക്രൈസ്തവൻ്റെ ആഘോഷത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഈശോയിലേക്ക് എത്തിക്കാത്തതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല, നമുക്ക് സ്പർശിക്കേണ്ടതില്ല, നമ്മൾ സമീപിക്കേണ്ടതില്ല എന്നർത്ഥം. എനിക്കുള്ളത് എന്താണ്, അത് ഈശോയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായി മാറണം. അതാണ് എൻ്റെ അർത്ഥം. നക്ഷത്രം വന്ന് പുൽക്കൂടിന് മുകളിൽ വന്ന് നിന്നു. അതാണ് എൻ്റെ അർത്ഥം. ഈ നമ്മുടെ ആഘോഷങ്ങൾ, മിന്നിത്തിളങ്ങുന്ന നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാം പുൽക്കൂട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നതായി മാറട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള കൂടിവരവുകൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ കരോൾ സംഗീതങ്ങൾ, നമ്മുടെ ഈ ക്രിസ്മസുമായി ചുറ്റപ്പെട്ടുള്ള എല്ലാ കൂടിവരവുകളും നന്മകളും എല്ലാം കൊണ്ടെത്തിക്കേണ്ടത് ഈ പുൽക്കൂട് അനുഭവത്തിലാണ്. പുൽക്കൂട് നമുക്ക് തരുന്നത് ഒരു ഈശോ അനുഭവമാണ്. ഈശോ അനുഭവമില്ലാത്തതൊന്നും ഈ പുൽക്കൂടിൻ്റെ ഗന്ധവും നന്മയും ഉള്ളതല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ഭവനത്തിലുള്ള ഈ കൂടിവരവും, പള്ളിയോട് ചേർന്നുള്ള നിങ്ങളുടെ കൂടിവരവും, നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. എല്ലാ നന്മയും സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ്. ഗോഡ് ബ്ലെസ് യു.